രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനത്ത് തുടരുന്നതിൽ യു.ഡി.എഫിൽ ഭിന്നത. കോൺഗ്രസിൽ സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. എം.എൽ.എ സ്ഥാനത്ത് രാഹുൽ തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിൽ വി.ഡി. സതീശൻ കൂട്ടുകെട്ടിനെതിരെ വലിയ വിമർശനം കോൺഗ്രസ് പാർട്ടിക്കകത്ത്, വിശേഷിച്ച് യൂത്ത് കോൺഗ്രസിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഈ വിഷയത്തോടു കൂടി മാറുകയാണ്. ഗൗതം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എം.എൽ.എ സ്ഥാനം അടക്കം രാജിവെക്കണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാനെത്തുമ്പോൾ പോലും, പാലക്കാട് മത്സരിക്കാൻ എത്തുന്ന സമയത്ത് പോലും മുതിർന്ന നേതാക്കൾ അറിയിച്ചിരുന്നു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം രാഹുലിൻ്റെ പരാമർശങ്ങളും രാഹുലിൻ്റെ നേതാക്കളുടെ സമീപനമെല്ലാം വളരെ അത്തരം സമീപനങ്ങൾ അതുകൊണ്ട് തന്നെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയിൽ പറഞ്ഞത്. എന്നാൽ വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും, ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടും ഷാഫി പറമ്പിലും ഇവർ ചേർന്നാണ് തീരുമാനമെടുക്കുകയും രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലമാണ് എന്ന് അനുഭവിക്കുന്നത് എന്നാണ് നേതാക്കന്മാരിപ്പോൾ പറയുന്നത്. പാർട്ടിയെ തന്നെ നാണക്കേടാക്കുന്ന സാഹചര്യം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഓഡിയോ സന്ദേശങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകൾ, ഇൻസ്റ്റാഗ്രാം ചാറ്റുകളായിക്കോട്ടെ, ഇങ്ങനെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി, ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തി ഈ ഒരു ഉന്നത സ്ഥാനത്ത് തുടർന്നത് വലിയ നാണക്കേട് കൂടുതൽ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന് ആണ് പൊതുവിലെ വിചാരം. എന്നാൽ ഒരു പൊതുമധ്യത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലെ ചർച്ച ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിൽ കോൺഗ്രസിനകത്ത് തന്നെ അമർഷം ശക്തമാകുകയാണ്. ഷാഫി പറമ്പിൽ വി.ഡി. സതീശൻ കൂട്ടുകെട്ടിനോട് നേരത്തെ തന്നെ കടുത്ത അതൃപ്തിയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ രാഹുലിന്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പടയൊരുക്കത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.